101 സങ്കീർത്തനം. ദാവീദ് ദൈവമുമ്പാകെ ദൈവത്തിൻ്റെ മഹത്വത്തിനായി തന്നെ സമർപ്പിച്ച് പാടി ദൈവത്തെ സ്തുതിക്കുന്ന ഈ സങ്കീർത്തനത്തിൻ്റെ പ്രമേയം ഒരു വ്യത്യസ്തമായ പ്രമേയമാണ്. സാധാരണ നമ്മൾ കാണുന്ന വരികളോ അർത്ഥങ്ങളോ അല്ല ഈ വരികൾക്ക് അവിടെ ഉള്ളത്. ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഈ 101 സങ്കീർത്തനം. രണ്ടാമത്തെ വാക്യത്തിൽ, അതിൻ്റെ രണ്ടാമത്തെ വരിയിൽ ഇങ്ങനെയാണ് സങ്കീർത്തനക്കാരൻ ചോദിക്കുന്നത്: എപ്പോൾ അങ്ങ് എൻ്റെ അടുക്കൽ വരും? എപ്പോൾ അങ്ങ് എൻ്റെ അടുക്കൽ വരും? ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഈ എല്ലാ വരികളും. ഹല്ലേലൂയ. വാക്ക് മനസ്സിലാകുന്നുണ്ടോ? വെൻ യു വിൽ കം ടു മീ. എൻ്റെ അടുക്കലേക്ക് അങ്ങ് വരാൻ മനസ്സ് വയ്ക്കുന്നത് എപ്പോഴാണ്? അതിൻ്റെ ഉത്തരം ഇത്രയേ ഉള്ളൂ: ഞാൻ അതിന് യോഗ്യനാകുമ്പോൾ കർത്താവ് വരും. വാക്ക് മനസ്സിലായോ? കർത്താവിന് വരാൻ ഒരു മനസ്സ് കേടുമില്ല, എന്നാൽ എൻ്റെ അടുക്കലേക്ക് വരാൻ ഞാൻ യോഗ്യനല്ല. സ്തോത്രം. ദൈവമക്കളെ, ഈ ഞങ്ങളുടെ ഈ ദൈവദാസന്മാരുടെ ഒരു 3 ദിവസത്തെ പ്രാർത്ഥന ഉണ്ടെന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. അതിൽ ഒരു ദൈവദാസൻ സജികുമാർ വന്ന് പറഞ്ഞ ഒരു കാര്യം എനിക്ക് വളരെ സ്പർശനീയമായി തോന്നി. അദ്ദേഹം പറഞ്ഞത്, മടുത്തുപോകാതെ പ്രാർത്ഥിക്കണമെന്നാണ് ദൈവവചനം പറഞ്ഞിരിക്കുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? ഞാനൊരു പ്രാവശ്യം ചോദിച്ചു, ദൈവത്തിന് തരാൻ മനസ്സില്ല. ഞാൻ പിന്നെയും ചോദിച്ചു, ദൈവത്തിന് പിന്നെയും മനസ്സ് മാറിയില്ല. ഞാൻ പിന്നെ ഒരു സമയം ഭക്ഷണം കഴിക്കാതിരുന്ന് ചോദിച്ചു, അവിടെയും ദൈവത്തിൻ്റെ മനസ്സ് മാറിയില്ല. ദൈവത്തിന് തരാൻ ഇഷ്ടമില്ല. അങ്ങനെ ഞാൻ ഇങ്ങനെ പട്ടിണി കിടന്ന് നിലവിളിച്ച് എന്നെ കൊണ്ട് എങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചപ്പോൾ ഒടുവിൽ ഗത്യന്തരമില്ലാതെ ദൈവം ഞാൻ ചോദിച്ചത്. ഇതാണോ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്നതിൻ്റെ അർത്ഥം? സ്തോത്രം. ഒരിക്കൽ ചോദിച്ചു, പിന്നെയും ചോദിച്ചു. മടുത്തു പോകാതെ എനിക്ക് കിട്ടും വരെയുമുള്ള പ്രാർത്ഥന, അതാണോ മടുത്തു പോകാതെയുള്ള പ്രാർത്ഥനയുടേതായ അർത്ഥം? അല്ല. ദൈവം പറഞ്ഞ ഒരു നല്ല വ്യാഖ്യാനം ഞാൻ പറയാം, ശ്രദ്ധിക്കൂ. ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചു, അടുത്ത പ്രാവശ്യം പ്രാർത്ഥിച്ചു, പിന്നെയും പ്രാർത്ഥിച്ചു. അപ്പോഴാണ് അത് കിട്ടാതെ വണ്ണം എൻ്റെ ജീവിതത്തിലുള്ള കുറവുകൾ എനിക്ക് ബോധ്യം വന്നത്. അങ്ങനെ മടുത്തുപോകാതെ പ്രാർത്ഥിക്കുമ്പോഴാണ്, ദൈവത്തോട് അടുക്കുമ്പോഴാണ് എനിക്ക് എൻ്റെ ജീവിതത്തിലെ കുറവുകളെ, ബലഹീനതകളെ ഇങ്ങനെ നിരന്തരമായ പ്രാർത്ഥനയിലൂടെ ശരിയാക്കിയെടുക്കാൻ കഴിയുന്ന ഒരാത്മീക അനുഭവത്തെയാണ് മടുത്തുപോകാതെ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. അല്ലാതെ എനിക്കും നിങ്ങൾക്കും തരാൻ മനസ്സില്ലാത്ത ഒരു ദൈവത്തെ അങ്ങനെ പ്രാർത്ഥിച്ച് സമരം ചെയ്ത ദൈവത്തിൻ്റെ മനസ്സ് മാറ്റാനുള്ള ഒരു പരിപാടിയാണ് ഈ പ്രാർത്ഥനയെന്ന് ആരും കരുതരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മടുത്തുപോകാതെ പ്രാർത്ഥിച്ച്, നിരന്തരമായി പ്രാർത്ഥിച്ച്, ദൈവത്തോട് അടുത്ത് ചെന്ന് അത് പ്രാപിക്കാൻ, അതിന് അർഹനായി മാറുക, എൻ്റെ കുറവുകളെ മനസ്സിലാക്കുക, എൻ്റെ ബലഹീനതകളെ തിരിച്ചറിയാനുള്ള അവസരങ്ങളാണ് പ്രാർത്ഥന എന്ന് ദൈവമക്കൾ അറിയണം. നമ്മൾ അതിന് മനസ്സ് വയ്ക്കാറില്ല. നമ്മുടെ കുറവുകളിലേക്കല്ല നമ്മൾ നമ്മുടേതായ മനസ്സിൻ്റെ ചിന്താഗതികളെ മാറ്റുന്നത്. അതിനു പകരം ദൈവം തന്നില്ല, അത് വേണം, അങ്ങനെയുള്ള ഒരു പിടിവാശിയിലേക്കുള്ളതായ മനസ്സ് മാറുമ്പോൾ നമ്മൾ ശരിക്കും ദൈവത്തിൽ നിന്ന് അകലുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? ആ ഒരു നിരാശാബോധം അകത്ത് കയറി ദൈവം അതിന്മേൽ പ്രവർത്തിക്കുന്നില്ല എന്ന ഒരു ചിന്ത വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ശരിക്ക് മനസ്സുകൊണ്ട് നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു മാറുകയാണ്. ദൈവമക്കളെ, മടുത്തു പോകാതെ പ്രാർത്ഥിക്കും തോറും അടുത്ത് ചെല്ലാൻ പറ്റുന്നുണ്ടോ? സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? നമ്മളെ തന്നെ ഒന്നുകൂടെ താഴ്ത്താൻ പറ്റുന്നുണ്ടോ? ആ സുറോഫൈനിക്ക സ്ത്രീയുടെ ആ ഉപമ
യേശു പറഞ്ഞത് മടുത്തു പോകാതെ പ്രാർത്ഥിക്കണമെന്നുള്ളതിന് പറഞ്ഞതാണ്. വന്ന് വളരെ താഴ്മയോടെ അപേക്ഷിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്കൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. കണ്ടോ? അപ്പോൾ ഒന്നുകൂടെ ഒന്ന് താഴ്ത്തി, ഒന്നുകൂടെ ഒന്ന് വിധേയപ്പെടുത്തി. സ്തോത്രം. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാ? അല്പം കൂടെ ദൈവത്തിന്റെ സന്നിധിയോടടുത്തു. കർത്താവേ, നായ്ക്കുട്ടികൾക്കും കുറച്ചൊക്കെ അവകാശങ്ങളുണ്ടല്ലോ. കണ്ടോ? മടുത്തു പോകാതെ പ്രാർത്ഥിക്കും തോറും ദൈവത്തിന്റെ സന്നിധിയോട് അടുത്താണോ പോകുന്നത്? എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം പറയാ? പ്രാർത്ഥനയുടെ ദിവസങ്ങൾ കഴിയും തോറും ദൈവത്തിന്റെ മുമ്പാകെ അടുത്തു ചെല്ലാനാണോ നിങ്ങൾക്ക് പറ്റുന്നത്? ഹല്ലേലൂയ. അത് സ്വയ പരിശോധന നടത്തിക്കൊണ്ട് മുമ്പിൽ ദൈവത്തിൻ്റെതായ കൃപയിൽ ആശ്രയിച്ച് നമുക്ക് ദൈവത്തോട് അടുത്തു ചെല്ലാൻ കഴിയണം. അങ്ങനെ ഒരു അനുഭവമാണ് ഇന്ന് പകലും നമുക്കിവിടെ വായിക്കാനായി കഴിയുന്നത്. ഹല്ലേലൂയ. യഹോവേ, യഹോവേ, അങ്ങ് എപ്പോഴാണ് എൻ്റെ അടുക്കലേക്ക് വരുന്നത്? ഹല്ലേലൂയ. എപ്പോഴാണ് അങ്ങന്റെ അടുക്കലേക്ക് വരുന്നത്? അതിന്റെ ഉത്തരമാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത്. ഞാൻ അതിനെപ്പോൾ യോഗ്യനായി മാറും. പ്രൈസ് ദി ലോർഡ്. ഒന്നൊന്നായി നമുക്ക് ആ വാക്യങ്ങളെ ഒന്ന് മനസ്സിലാക്കാം. സ്തോത്രം. അതിന്റെ ആരംഭം മുതൽ പറയുന്നു, ഞാൻ ദയയെയും ന്യായത്തെയും കുറിച്ച് പാടും. എൻ്റെ പാട്ട് ദയയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ച്. കാരണം ദൈവം നീതിമാനാണ്. ദൈവം ദയ പ്രകടിപ്പിക്കുന്ന ദൈവം, മഹാദയാലുവാണ് ദൈവം. അപ്പോൾ ദൈവം ആരുടെ അടുക്കലേക്ക് ചെല്ലുമെന്ന് ചോദിച്ചാൽ ദയയുള്ള വ്യക്തിയുടെ അടുക്കലേക്കേ ചെല്ലുള്ളൂ. മഹാകരുണയുള്ള, മഹാദയയുള്ള കർത്താവ്. അതിനൊപ്പമൊന്നും നമുക്കാകാൻ പറ്റിയില്ലെങ്കിലും ഒരു ദയയെങ്കിലും, മഹാ വന്നില്ലെങ്കിലും എന്ത് വേണം? സ്തോത്രം. പാസ്റ്റർ കല്യാണത്തിനൊക്കെ പറയുന്ന പോലെ കീഴടങ്ങിയിരുന്നില്ലെങ്കിലും ഒന്നടങ്ങിയെങ്കിലും ഇരിക്കാൻ പറ്റണം. അതുപോലെ മഹാദയ പറ്റിയില്ലെങ്കിലും ഒരു ദയയെങ്കിലും വേണം. എങ്കിലേ ദൈവത്തിന്, മനുഷ്യർക്കല്ല, ദൈവത്തിന് എൻ്റെ അടുക്കിലേക്ക്. കാരണം അതിൻ്റെ ഒരു ക്വാളിറ്റി എനിക്ക് വേണ്ടേ? സ്തോത്രം. ന്യായത്തെക്കുറിച്ച് ഞാൻ പാടും. അടുത്ത് പറയുന്നു, യഹോവേ, ഞാൻ നിനക്ക് കീർത്തനം പാടും. ഞാൻ കീർത്തിക്കുന്നത് അങ്ങയാണ്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്നെ കീർത്തിക്കുന്നില്ല, ഞാൻ എൻ്റെ മക്കളെ കീർത്തിക്കുന്നില്ല, ഞാൻ എൻ്റെ ജോലിയെ കീർത്തിക്കുന്നില്ല. എനിക്കുള്ളതല്ല എൻ്റെ കീർത്തന വിഷയം. പ്രൈസ് ദി ലോർഡ്. അവരെ കാണിച്ചല്ല ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കുന്നത്. അങ്ങനെയെങ്കിലും ഇത് വാക്ക് കേൾക്കുന്ന എല്ലാവരോടും പരിശുദ്ധാത്മാവ് പറയുന്നു, നീ പരാജയപ്പെട്ടു പോകും. ചിലരൊക്കെ പൊങ്ങി നിൽക്കുന്നത് അവരുടെ ജോലി, അവരുടേതായ സൗന്ദര്യം, അവരുടെ സമ്പത്ത്, അവരുടെ മക്കൾ, അവരുടേതായ ലോകപ്രകാരമുള്ള ഇങ്ങനെ ദൈവം കൊടുത്തതായ കുറെ കാര്യങ്ങൾ കാണിച്ചാണ് അവർ മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത്. ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. യഹോവേ, ഞാൻ അങ്ങയെ കീർത്തിക്കും. ഇതൊക്കെ നന്ദി പറയാനുള്ള കാരണങ്ങളാണ്. അതിനൊക്കെ ദൈവത്തിന് സ്തോത്രം പറയണം. പക്ഷേ നീ അഭിമാനിക്കേണ്ടത് ഇതിനെയൊന്നും ഓർത്തല്ല. ഈ ദൈവത്തെ അപ്പാ എന്ന് വിളിക്കാനുള്ള യോഗ്യതയുണ്ടോ? ഈ ദൈവം എൻ്റെ അടുക്കലുണ്ട് എന്ന് പറയാൻ പറ്റുന്ന ഒരു യോഗ്യത എനിക്കുണ്ടോ? ദൈവം എൻ്റെ അടുക്കലുണ്ടെങ്കിൽ ഞാൻ ദൈവത്തെ കീർത്തിക്കും. എൻ്റെ കീർത്തനമൊക്കെ ആരെക്കുറിച്ചുള്ളതാണ്? ദൈവത്തെക്കുറിച്ചുള്ളതാണ്. സ്തോത്രം. ഇനി അടുത്ത ഭാഗമാണ്, ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വയ്ക്കും. സ്തോത്രം. ഈ സങ്കീർത്തനത്തിൽ ഈ 8 വാക്യമുള്ളതിൽ 3 പ്രാവശ്യം ആ കാര്യം പറയുന്നുണ്ട്. ആർക്ക് മനസ്സിലായോ? ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വയ്ക്കും, 2ാമത്തെ വാക്യം. അതിൻ്റെ അടുത്ത വരിയിൽ ഞാൻ എൻ്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും. അടുത്ത 6ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിഷ്കളങ്ക മാർഗത്തിൽ നടക്കുന്നവൻ എന്നെ ശുശ്രൂഷിക്കും. അപ്പൊ ഈ നിഷ്കളങ്കത ദൈവം എൻ്റെ അടുക്കൽ വരാൻ അനിവാര്യമായൊരു കാര്യമാണ്.
പ്രൈസോ. എന്താണ് ഈ നിഷ്കളങ്കത? കളങ്കമില്ലാത്ത അനുഭവം. പ്രൈസലോ. പല അർത്ഥങ്ങളും പല വ്യാഖ്യാനങ്ങളും ഒക്കെ അതിന് കൊടുക്കാമെങ്കിലും ഒരു പ്രധാന വാക്ക് പറയട്ടെ. ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഉടുപ്പ് തന്നെ എല്ലായിടത്തും ഉണ്ടായിരിക്കും. അകത്തും പുറത്തും ഒരേ ഉടുപ്പായിരിക്കണം. അതാണ് കളങ്കമില്ലാത്ത. അകത്തൊന്ന് വച്ചിട്ടല്ല പുറത്തെന്ത് ചെയ്യുന്നത്, പെരുമാറും. ദൈവം അങ്ങനെയുള്ള ആളല്ല. മനസ്സിലാവുന്നുണ്ടോ? ദൈവം അകത്തൊന്ന് വെച്ചിട്ട് പുറത്തൊന്ന് സംസാരിക്കുന്ന ആളല്ല. വേദനം പറയുന്ന ദൈവത്തിൻ്റെ വാക്ക് ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നുമാണ്. അങ്ങനെ ആയിരിക്കണം ദൈവമക്കളും. എത്ര പേർക്ക് സ്തോത്രം പറയാം? അങ്ങനെയാണെങ്കിലേ ദൈവം എൻ്റെ അടുക്കലിരിക്കുള്ളൂ. വിശ്വാസികളും മറ്റു മനുഷ്യരും ഒക്കെ നമ്മുടെ അടുത്ത് കാണും. പക്ഷേ ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളോടുമൊക്കെ പറയട്ടെ, ഈ അഭിനയവും പ്രകടനങ്ങളും ഒക്കെ മതി. നിഷ്കളങ്ക ഹൃദയത്തോടെ നിങ്ങൾ വീട്ടിലും വെളിയിലും പെരുമാറിയാൽ സർവശക്തനായ ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കും. എത്ര പേർക്ക് കേൾക്കാൻ സന്തോഷമുണ്ട്? അവരിങ്ങനെയാണ് ഇവരിങ്ങനെയാണെന്നൊന്നും പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ വഴിയിൽ കളങ്കമായി പെരുമാറരുത്. അത് ദൈവത്തിന് പ്രസാദകരമായ ഒരു മാർഗമല്ല ദൈവമക്കളെ. സ്തോത്രം. ഇവരുമൊക്കെ ഇങ്ങനെയാണ്, ഹല്ലേലൂയ, അവരെ ജീവിതം അതൊന്നുമല്ല വിഷയം. എന്നോട് കൂടെ എൻ്റെ ദൈവമുണ്ടോ? വീട്ടിൽ നിഷ്കളങ്കതയും വെളിയിലും നിഷ്കളങ്ക, അവരോടുകൂടെ ആരുള്ളൂ? ഇനി ഒരു അപകടം ഞാൻ പറയട്ടെ, ദൈവം കൂടെ ഇല്ലെങ്കിൽ പിന്നെ ആരായിരിക്കും കൂടെ? ഇത്രയും രണ്ടുപേരേ ഉള്ളൂ. മൂന്നാമതൊരു പാർട്ടി ഇല്ല അതിനിടയ്ക്ക്. എപ്പോ ദൈവം മാറുന്നു എന്ന് നോക്കിയിരിക്കുകയാണ് ആര്? പക്ഷെ ഈ തമ്പിയുടെ ഹൃദയം എന്ന് പറഞ്ഞൊരു ട്രാക്ട് പണ്ട് കണ്ടിട്ടില്ലേ? എപ്പോഴാണ് ദൈവം ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നതെന്ന് നോക്കി അവൻ വെളിയിൽ തന്നെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതുണ്ടാകരുത് ദൈവമക്കളെ. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു നല്ല കാര്യം, ഈ വർഷം ഉണ്ടോ എന്ന് നീ പരിശോധിക്കണം. എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം പറയാ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിൽ കളങ്കം കയറി വന്നാൽ അകത്തൊന്ന് വെച്ച് പുറത്തു മറ്റൊരു തരത്തിൽ പെരുമാറിയാൽ ഉള്ള പ്രയാസം എന്തെന്നറിയാമോ? നിഷ്കളങ്ക മാർഗത്തിൽ ഉള്ളവന്റെ കൂടെ നടക്കുന്ന, കൂടെ ഇരിക്കുന്ന സർവശക്തനായ ദൈവം നിന്നോടുകൂടെ ഉണ്ടായിരിക്കത്തില്ല. ശ്രദ്ധിക്കൂ. ഞാൻ അതിന് ശ്രദ്ധ വയ്ക്കും. സ്തോത്രം. താഴോട്ട് വായിക്കുമ്പോൾ ശ്രദ്ധിക്കൂ. ഒരു നീച കാര്യം ഞാൻ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വയ്ക്കുകയില്ല. നീചമായ, ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ഒരു കാര്യം എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ അത് മാറ്റും. ഞാൻ അത് കാണുമ്പോൾ തന്നെ എന്ത് ചെയ്തിരിക്കും? എന്നിൽ അത് ഉണ്ടാകാൻ ഞാൻ അനുവദിക്കത്തില്ല. അടുത്ത ഭാഗം ശ്രദ്ധിക്കൂ. ക്രമം കെട്ടവരുടെ പ്രവൃത്തിയെ ഞാൻ എന്ത് ചെയ്യുന്നു? വെറുക്കുന്നു. അത് എന്നോട് ചേർന്ന് പറ്റുകയില്ല. ക്രമം കെട്ട് നടക്കുന്നവരുടെയൊക്കെ പ്രവൃത്തി ഉണ്ടല്ലോ, അത് കാണുമ്പോൾ അകത്തുണ്ടാകുന്ന വികാരം എന്താണ്? ഹീറോയിസം എന്നാണോ തോന്നുന്നത്? ഈ ക്രമം കെട്ട് നടക്കുന്ന ആളുകൾ കാണിക്കുന്ന പ്രവൃത്തിയെ ഇന്നത്തെ തലമുറകളൊക്കെ എന്തായിട്ട് കാണുന്നു? ഒരു ഹീറോയിസം. അതുപോലെ ആകാനുള്ള ഒരു വ്യഗ്രത. അതാണോ അകത്ത്? അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ അകത്ത് കർത്താവില്ല. ഇത് കാണുമ്പോ, ഈ ദുഷ്ടത കാണുമ്പോ അത് എന്നോട് ചേർന്ന് വരാതെ വണ്ണം അതിനോടൊരു വെറുപ്പ്. മനസ്സിലായോ? അവിടെ വായിച്ചത് എന്താണ്? ക്രമം കെട്ടവരുടെ പ്രവൃത്തിയെ ഞാൻ എന്ത് ചെയ്യുന്നു? വെറുക്കുന്നു. പാപത്തെ വെറുത്ത് ജീവിപ്പാൻ. അല്ലേ പാട്ടുകാരന്റെ പാട്ടറിയാമോ? പാപത്തെ വെറുത്ത് ജീവിപ്പാൻ പാപബോധം എന്നിൽ തരൂ. മൂന്ന് അനുഭവങ്ങളാണ്. ഒന്ന്, പാപം ചെയ്യാതിരിക്കാം.
2 പാപം ചെയ്യാം, പിന്നെ പാപത്തെ വെറുക്കാം. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ 4മതൊരു അനുഭവം കൂടെയുണ്ട്. ചെയ്യുന്നില്ലെങ്കിലും പാപത്തോടൊരു സ്നേഹം. 4 അനുഭവങ്ങൾ. എന്താണ്? 1 പാപം ചെയ്യുന്നു, അതിനോട് സ്നേഹമുണ്ട്, അത് ചെയ്യുന്നു. 2 ചെയ്യുന്നില്ല, പിന്നെ ചെയ്യുന്നതും ചെയ്യാത്തതിലും മനോഭാവം 2 ഉണ്ട്. എന്താണ്? 1 മനസ്സോട് പാപം ചെയ്യുന്നു. ചിലർക്ക് മനസ്സുണ്ടാ അത് ചെയ്യാൻ, പക്ഷെ സാഹചര്യങ്ങളൊന്നും വരാത്തത് കൊണ്ട് എങ്കിലും എപ്പോൾ അത് ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ചൊരു ചിന്ത. ചിലര് വെറുപ്പ്. ഈ കുഞ്ഞുങ്ങളുടെ അടുത്തൊക്കെ ഈ മധുരമുള്ളതോ അവർക്ക് ഇഷ്ടമുള്ളതോ അവർക്ക് താല്പര്യമുള്ളതോ ഉണ്ടെങ്കിൽ, അതവർക്ക് അപകടം വരുത്തുന്നതാണെങ്കിൽ, അതവർക്ക് ദോഷമുള്ളതാണെങ്കിൽ നമ്മളെടുത്ത് എവിടെയെങ്കിലും പാത്തു. ഇനി അവർക്ക് ഇഷ്ടമില്ലാത്തതാണെങ്കിൽ സ്തോത്രം. പരിശുദ്ധാത്മാവ് പറയുന്നു, ഇങ്ങനെയുള്ള പാപം നിന്റെ വാതിലിൻ്റെ മുമ്പിൽ വന്നാലും നിനക്ക് വെറുപ്പാണെങ്കിൽ, എത്ര പേർക്ക് ചിലർ പറയുന്നത് എൻ്റെ സാഹചര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്, നിങ്ങൾ പറയുന്നത് പോലെയല്ല, എന്നെ എല്ലാവരും കൂടെ ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞാലും നിനക്കതിനോട് വെറുപ്പുണ്ടെങ്കിൽ ഒരിടത്തും പിശാച് ജയിക്കത്തില്ല. എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം പറയാ? ഹല്ലേലൂയ. അതിനെ ഞാൻ വെറുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അത് വരുമ്പോൾ തന്നെ ഒരു അകത്ത് നിന്ന് അതിനോട് യോജിക്കാത്ത ഒരു അനുഭവം ഉണ്ടാകുന്നു. ഈ മാഗ്നറ്റ് അറിയാമല്ലോ, മാഗ്നറ്റ് അട്രാക്റ്റ് ചെയ്യുകയും ചെയ്യും, വിഘടിക്കുകയും ചെയ്യും. സ്തോത്രം. നല്ല പവറുള്ള മാഗ്നറ്റ്. ഇതിനെ തമ്മിലൊന്ന് അത് വിഘടിക്കുന്ന 2 പോളുകളും കൂടെ ചേർത്തൊന്ന് വയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? എത്ര ബലം പ്രയോഗിച്ചാലും പറ്റത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? ഇത് പറ്റിയില്ലെങ്കിൽ 2 മാഗ്നറ്റ് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവച്ചൊന്ന് നോക്കണം. ഇതാകർഷിക്കുന്ന പോളുകൾ ഒരേ എതിർ ദിശയിലുള്ള പോളുകളാണെങ്കിൽ എന്തു ചെയ്യും? ഇതാകർഷിക്കും. ഒന്ന് ഇവിടെ വച്ചിട്ട് ഒന്ന് ഇവിടെ വച്ചാൽ തന്നെ ഇതെന്ത് ചെയ്യും? ചാടി അങ്ങ് വീഴും. എന്നാൽ ഇത് റിപ്പൽ ചെയ്യുന്ന പോളുകളാണെങ്കിൽ ഇതിനെ നമ്മൾ കൊണ്ട് അങ്ങോട്ട് എത്ര വച്ചാലും ഇത് ഇങ്ങനെ മാറും, ഇങ്ങനെ മാറും, ഒരു രക്ഷയുമില്ല. പാപം നിന്നെ കൊണ്ട് കുടിപ്പിക്കാൻ, പാപത്തിൽ നിന്നെ ഒന്ന് ആക്കാൻ പിശാച് അവന്റെ കഴിവിന്റെ പരമാവധി, ശത്രുവർക്ക് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുക, അവന്റെ കഴിവിന്റെ പരമാവധി ഏതായുധങ്ങൾ ഉപയോഗിച്ചാൽ യേശു നിന്റെ അകത്തുണ്ടെങ്കിൽ, യേശു നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, എത്ര പേർക്കൊന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുക. യേശുവിന്റെ സാന്നിധ്യം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, അവൻ എത്ര അടവ് പ്രയോഗിച്ചാൽ, അവൻ എത്ര ആയുധങ്ങൾ നിന്റെ നേരെ ഒരുക്കിയാൽ ആ പാപത്തിന്റെ കെണി നിന്നെ അകപ്പെടുത്താൻ അവന് പറ്റുകയില്ല. പ്രൈസ് ദി ലോർഡ്. അത് നിന്നിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടേയിരിക്കും. കാരണം നിന്റെ അകത്ത് വസിക്കുന്നത് യേശു, നിന്നോട് കൂടെയുള്ളത് യേശു. ഈ കാര്യങ്ങളൊന്നും നിന്നോട് എന്ത് ചെയ്യത്തില്ല? ചേർന്ന് വരികയില്ല. അതെന്നോട് ചേർന്ന് പറ്റുകയില്ല. 4മത്തെ വാക്യം ശ്രദ്ധിക്കൂ. വക്രഹൃദയം എന്നോട് എന്ത് ചെയ്തിരിക്കും? അകന്നിരിക്കും. ദുഷ്ടതയെ ഞാൻ എന്ത് ചെയ്യത്തില്ല? സ്തോത്രം. ദുഷ്ടതയെ അറിയാമോ? ദുഷ്ടതയെ അറിയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നിൽ എന്തില്ല? സ്തോത്രം. വിവരിക്കേണ്ട കാര്യങ്ങളാണ്. അടുത്ത വാക്യം ശ്രദ്ധിക്കൂ. 5മത്തെ വാക്യം. കൂട്ടുകാരനെ കുറിച്ച് ഏഷണി പറയുന്നവനെ ഞാൻ എന്ത് ചെയ്യും? നശിപ്പിക്കും. ഉന്നത ഭാവവും നിഗള ഹൃദയവും ഉള്ളവനെ ഞാൻ എന്ത് ചെയ്യത്തില്ല? സഹിക്കയില്ല. എന്തിനാണ് ഞാൻ ഈ വായിക്കുന്നത്? ഞാൻ ഈ വാക്യങ്ങളൊക്കെ വായിക്കുന്നത് എന്തിൻ്റെ ഉത്തരമാണ്? അങ്ങ് എപ്പോൾ എൻ്റെ അടുക്കൽ വരും? കൂട്ടുകാരനെ കുറിച്ച് ഏഷണി പറയുന്നവനെ ഞാൻ എന്ത് ചെയ്യും? നശിപ്പിക്കും. നമ്മിലുണ്ടോ ഈ സ്വഭാവം?
എങ്കിലാരില്ല? കർത്താവില്ല. ഇനി ഏഷണി എന്ന് പറയുന്നത് എന്താണ്? അതുപോലെ ചിലർക്ക് അറിഞ്ഞുകൂടാ. മനസ്സിലാവുന്നുണ്ട്? ഏഷണി എന്ന് പറയുന്നത് എന്താണ്? അപവാദം. സ്തോത്രം. അത് ഉള്ളതായിക്കോട്ടെ ഇല്ലാത്തതായിക്കോട്ടെ, സ്തോത്രം, അവർക്ക് ഗുണം വരുത്താത്ത കാര്യമാണെങ്കിൽ, മനസ്സിലാകുന്നുണ്ടോ? ഉള്ളതായിക്കോട്ടെ ഇല്ലാത്തതായിക്കോട്ടെ, അവർക്ക് അത് ഗുണം വരുത്താത്ത, അവർക്കത് ദോഷം വരുത്തുന്ന കാര്യമാണെങ്കിൽ അത് ഏഷണിയാണ്. അത് നീ പറയരുത്. സ്തോത്രം. എത്ര പേർക്ക് സ്തോത്രം ഉണ്ടോ? നിന്നെ അതിനല്ല വിളിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഗുണം വരുത്താത്ത ഒരു കാര്യം നീ പറയരുത്. അല്ലെങ്കിൽ അത് ഗുണം വരുത്തുന്നവരോട് അതിന് വേണ്ടി പറയണം. പിന്നെ ഗുണം വരുത്താനെന്ന് ഭാവിച്ച് നീ പരസ്യമാക്കരുത്. അതെല്ലാം തമ്പുരാൻ അറിയാം. ഇതെല്ലാം സ്കാൻ ചെയ്ത് മനസ്സിലാക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? പാടില്ല. ഈ അപവാദി എന്ന പേര് ആർക്കുള്ളതാണെന്നറിയാമോ? പിശാചിനുള്ളതാണ്. അപവാദി എന്ന പേര് പിശാചിന്റെ പേരാണ്. അവന്റെ ആ വസ്തു നമ്മുടെ ഉള്ളിലുണ്ടാകരുത്. ദൈവം അപവാദിയല്ല, നമ്മുടെ രക്ഷ ആഗ്രഹിക്കുന്ന ദൈവമാണ്. എത്ര പേർക്ക് ദൈവത്തിന് ഇന്ന് പകൽക്കാലം സ്തോത്രം പറയാ? ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മൾ അങ്ങനെയായാൽ ദൈവസഭ അനുഗ്രഹിക്കപ്പെടും. ഇനി നീ പറയരുതെന്ന് മാത്രമല്ല, ഇവിടെ പറയുന്ന അതിൻ്റെ അർത്ഥം അതല്ല. കൂട്ടുകാരനെ കുറിച്ച് ഏഷണി പറയുന്നവനെ ഞാൻ നശിപ്പിക്കുമെന്നാണ്. അപ്പൊ ഞാൻ പറയുമെന്നല്ല ഇവിടെ പറയുന്നത്. ഞാൻ കേൾക്കയോ എന്നോടോ ആരും എന്ത് ചെയ്യത്തില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അപ്പൊ പറയുന്നവന്റെ ഗതികേടോ? മനസ്സിലായോ? ഇത് കേട്ടോണ്ടിരിക്കുന്ന ആളുടെ കാര്യമാണ് ഈ പറയുന്നത്. കൂട്ടുകാരനെ കുറിച്ച് ഏഷണി പറയുന്നവനെ ഞാൻ നശിപ്പിക്കും. അപ്പൊ പറയുന്നവൻ, നീ അത് കേട്ടാൽ, നിന്റെ ചെവിയിലേക്ക് അത് വന്നാൽ, അയാൾ പിന്നെ വേറെ ഒരാളോട് അത് ചെന്ന് പറയാനുള്ള ഇട നീ വയ്ക്കരുത്. അവർ പേടിക്കണം. സ്തോത്രം ഉണ്ടോ? സ്തോത്രം. സ്തോത്രം. നിങ്ങളെല്ലാവരും അങ്ങനെ തുടങ്ങിയാൽ ഈ ഏഷണിയെ പിഴുതു കളയാം നമുക്ക്. സ്തോത്രം. ഈ ഞങ്ങളോട് ചിലരൊക്കെ വന്ന് പറയും, പാസ്റ്റർ ഇന്നയാൾ ഇങ്ങനെ പറഞ്ഞു കേട്ടോ, പക്ഷേ ഞാൻ പറഞ്ഞെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ പറഞ്ഞെങ്കിൽ നമുക്ക് നിർത്തൽ ചെയ്യാമായിരുന്നു. മനസ്സിലായോ? പാസ്റ്റർ ധൈര്യമായിട്ട് പറ, ഞാൻ പറഞ്ഞോളാം. ഞാൻ പറഞ്ഞെന്ന് ആരും എന്ത് ചെയ്യരുത്. അങ്ങനെയല്ല, നിർത്തൽ ചെയ്യണം. ഇവർക്ക് സ്തോത്രം പറയാ. ആ വിഷം നമ്മിൽ കൂടെ അത് പടർന്ന് പിടിക്കാൻ നമ്മൾ അനുവദിക്കരുത്. കൂട്ടുകാരനെ കുറിച്ച് ഏഷണി പറയുന്നവനെ ഞാൻ എന്ത് ചെയ്യും? എന്തിന്? എൻ്റെ കർത്താവ് എൻ്റെ അടുക്കലേക്ക് വരാൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അത് ശ്രദ്ധിക്കൂ. ഉന്നത ഭാവവും നിഗള ഹൃദയവും ഉള്ളവനെ ഞാൻ എന്ത് ചെയ്യത്തില്ല. ഈ ഉന്നത ഭാവമുള്ളവരുണ്ട്, നിഗള ഹൃദയമുള്ളവരുണ്ട്, പൊങ്കി നടക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ട്. ദൈവത്തിന് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സ്വഭാവമാണ്. പ്രൈസ്. ദൂതന്മാരെ വെട്ടിയിട്ടതിൻ്റെ കാരണം അറിയാമല്ലോ. ഞാൻ മഹോന്നതങ്ങൾക്ക് മീതെ കയറും, അത്യുന്നതനോട് സമനാകും. ഇതൊന്നും ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല. നമ്മുടെയൊക്കെ അവനെ പോലെ ആവണം, അതുപോലെ വേണം, അങ്ങനെ ഇതൊന്നും അല്ല. ദൈവം തരുന്നതെന്തോ ഉന്നത ഭാവം വിട്ടുകള. സ്തോത്രം. നമുക്കുള്ളതിനെ കുറിച്ചൊന്നും പൊക്കിപ്പറയരുത്. മനസ്സിലാവുന്നുണ്ടോ? ഉന്നത ഭാവവും നിഗള ഹൃദയവും ഉള്ള വ്യക്തികളെ നിങ്ങൾ അകന്നിരിക്കണം.
സ്തോത്രം. ഉന്നത ഭാവവും നിഗള ഹൃദയം ഉള്ളവനെ ഞാൻ എന്ത് ചെയ്യത്തില്ല. ഇതും അങ്ങനെയാണ്. എനിക്ക് ഉന്നത ഭാവവും നിഗള ഹൃദയം ഉണ്ടെന്നല്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനെ ഞാൻ സഹിക്കയില്ല. സ്തോത്രം. അവനെ നീ സഹിച്ചു മുമ്പോട്ട് പോയാൽ ആരില്ല കൂടെ? അവനിൽ നിന്ന് മാറിപ്പോയിക്കണം. ഒരു വേർപാട് നിന്റെ ജീവിതത്തിൽ വേണം. പിന്നെ ദേശത്തിലെ വിശ്വസ്തന്മാർ എന്നോടുകൂടെ വസിക്കും. എന്നോടുകൂടെ കൂടുന്നത്, എന്നോടുകൂടെ ഉള്ളവരാരാണ്? വിശ്വസ്തന്മാർ, വിശ്വസിക്കാൻ കൊള്ളാവുന്നവർ. കൂടെ നിന്ന് വഞ്ചിക്കുന്നവരൊന്നും എൻ്റെ കൂടെ ഇല്ല. അത് താഴെ ഉണ്ട് പിന്നെയും. സ്തോത്രം. വഞ്ചന ചെയ്യുന്നവൻ എൻ്റെ വീട്ടിൽ എന്ത് ചെയ്യത്തില്ല, വസിക്കയില്ല എന്ന് 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു. വിശ്വസ്തന്മാർ എൻ്റെ കൂടെ വസിക്കും. പിന്നെ ആര് വസിക്കത്തില്ല? വഞ്ചിക്കുന്നവർ, വിശ്വസ്തത ഇല്ലാത്തവര്, തരം കിട്ടുന്നത് പോലെ പ്രവർത്തിക്കുന്നവര്, സാഹചര്യത്തിനനുസരിച്ച് സ്വഭാവം മാറ്റുന്നവര്, ഇവരൊന്നും എൻ്റെ കൂടെ ഒരിക്കലും ഉണ്ടാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെയൊക്കെ ഞാൻ എന്നെ സൂക്ഷിച്ചാൽ എന്നോട് കൂടെ എൻ്റെ ദൈവം ഉണ്ടായിരിക്കും. ദൈവമക്കളെ, നമ്മുടെ ഭവനത്തിൽ നമ്മുടെ കർത്താവ് ഉണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇതല്ലാതെ നിന്റെ ഭവനം നീ മറ്റൊന്നിന് വിട്ടുകൊടുത്താൽ ആ ഭവനത്തിൽ ദൈവം ഉണ്ടായിരിക്കത്തില്ല. ജീവിതത്തിൽ നന്മകൾ, ജീവിതത്തിൽ ദൈവഹിതമായ വഴികളിലൂടെ നമ്മളിപ്പോൾ ഞായറാഴ്ച കേട്ടുകൊണ്ടിരിക്കുന്ന വാക്കറിയാമല്ലോ. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു എന്നാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിന് ദൈവത്തിന് മാറ്റം വരുന്നില്ല. ആർക്ക് മാറ്റം വരുന്നു? ഹാനോക്ക് നടക്കും തോറും മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഒറ്റ ദിവസം കൊണ്ട് ഇതൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതല്ല. എങ്കിലും ദൈവമേ, അങ്ങ് എപ്പോൾ എൻ്റെ അടുക്കലേക്ക് വരും? ഹല്ലേലൂയ. അതിൻ്റെ ഉത്തരമാണ് ഈ 101-ാം സങ്കീർത്തനം. നീ നിന്റെ ജീവിതത്തിൽ ഇതിനെല്ലാം ഒരു ക്രമീകരണം വരുത്തിയാ, നീ നിന്റെ ജീവിതത്തിൽ ഈ വായിച്ചതിനൊക്കെ ഒരു ക്രമീകരണം വരുത്തി മുന്നോട്ട് പോയാ നിന്റെ അടുക്കലേക്ക് ഞാൻ കടന്നു വരാം. ഹല്ലേലൂയ. നിന്റെ ഭവനത്തിലേക്ക് ഞാൻ കടന്നു വരാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്.